എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നാടൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇറച്ചിത്തോരൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിലുള്ള മഷ്റൂം തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മഷ്റൂം തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ബട്ടൺ മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് വെറൈറ്റി മഷ്റൂംസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഓയിസ്റ്റർ മഷ്റൂംസ് അങ്ങനെ പറഞ്ഞ് കുറേ വെറൈറ്റി മഷ്റൂംസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് വെറൈറ്റി മഷ്റൂംസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബട്ടൺ മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം 250 ഗ്രാം ആണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ചെറിയ പാട പോലൊരു തൊലിയുണ്ട്. അപ്പം ഞാൻ അതും കൂടെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവരാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. നമുക്ക് മഷ്റൂം തോരന് ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇതൊരു 20ഓളം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനി നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴായിരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ചെറിയുള്ളിയും കൂടെ ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള വേണമെങ്കിലും എടുക്കാം. പക്ഷേ മഷ്റൂം തോരന് ചെറിയുള്ളിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഇനി ഒന്ന് വഴട്ടിയെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നല്ലൊരു ഇറച്ചിത്തോരൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു തോരനാണ്. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കാം. നല്ല എളുപ്പമാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ പൊടികളുടെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ പെരിഞ്ജീരകത്തിന്റെ പൊടി ചേർക്കാനായിട്ട് വിട്ടുപോകരുത്. അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഇറച്ചിത്തോരൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം. അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇനിയും ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഷ്റൂമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ മഷ്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെച്ചേക്കരുത്. കൂടുതൽ സമയം വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കും. ഓൾറെഡി മഷ്റൂമിനകത്തിൽ നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് കുക്കായി കിട്ടുന്നത്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട. അപ്പോൾ മഷ്റൂമും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ മഷ്റൂമിനകത്ത് നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ മഷ്റൂം മുറിക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് നമ്മളിത് കട്ട് ചെയ്യരുത്. ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടാനായിട്ട് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. ഒരുപാട് തിക്നെസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഊറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഇത് കുക്കായി കിട്ടിക്കോളും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ തോരൻ കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മഷ്റൂം കുക്ക് ആവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരപ്പിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകയില 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ച് പച്ചമുളകിന്റെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ടാണ്, അരഞ്ഞു പോകരുത്. തോരനായതുകൊണ്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാകാവുള്ളൂ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജീരകം ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ചതച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കേ ആകാവുള്ളൂ. ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ അരപ്പും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, മഷ്റൂമും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ നമ്മുടെ തോരൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല, പക്ഷെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാവരും ഈ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏത് വെറൈറ്റി മഷ്റൂംസ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ പറമ്പിൽ മഷ്റൂം ഉണ്ടായി വരും. അത് പക്ഷെ നമുക്ക് എഡിബിൾ ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. കാരണം എല്ലാ മഷ്റൂമും നമുക്ക് കഴിക്കാൻ പറ്റിയതല്ല. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് അറിയാവുന്നവര് നോക്കി നമുക്ക് കഴിക്കാൻ പറ്റിയതാണെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാവുള്ളൂ. ഈ മഷ്റൂം തോരന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇറച്ചിത്തോരന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിന് മുന്നേ മഷ്റൂം സൂപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്രീം ഒന്നും ചേർക്കാതെ തന്നെ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള മഷ്റൂം സൂപ്പ്. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കുറെ തോരന്റെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ എല്ലാവരും ഈ മഷ്റൂം തോരന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്